രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ GST നിരക്കുമായി ഇന്ത്യ GST 2.0യിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് സാധാരണക്കാരനുള്ളത്. GST നിരക്ക് കുറച്ചതോടെ വിലക്കുറവിന്റെ ഗുണം ജനങ്ങളിലേക്ക് നേരിട്ട് ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളായിരുന്ന നികുതി ഘടനയിൽ ഇന്നു മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. നിത്യോപയോഗ സാധനങ്ങളുടെ GSTയിലുണ്ടായ മാറ്റം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നവന് വലിയ ആശ്വാസമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ പണം കൂടുതൽ കയ്യിൽ പിടിച്ചു പോകേണ്ട കാര്യങ്ങളും പുതിയ GSTയിലുണ്ട്. രാജ്യത്ത് ആധാർ സർവീസ് സേവന നിരക്ക് കൂട്ടിയിട്ടുണ്ട്. ബയോമെട്രിക് പുതുക്കുന്നതിനുള്ള ഫീസ് 50 നിന്ന് 75 രൂപയായി വർദ്ധിപ്പിച്ചു. വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള ഫീസിൽ 25 രൂപ കൂട്ടി. പ്രിന്റ് എടുക്കുന്നതിനുള്ള പണത്തിലും വർധനവുണ്ട്. മുൻപ് 30 രൂപയായിരുന്നതിന് ഇനി മുതൽ 50 രൂപ നൽകേണ്ടി വരും. അവശ്യ വസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ തുടങ്ങി ഭൂരിഭാഗം സാധനങ്ങളും 5% സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 12%, 28% GST സ്ലാബുകൾ വെട്ടിക്കുറച്ചാണ് പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. 5%, 18% എന്നിങ്ങനെ 2 പ്രധാന സ്ലാബുകളിലും പ്രത്യേക വിഭാഗങ്ങളിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അതേസമയം GST പരിഷ്കരണം വേണ്ടത്ര പഠനമില്ലാതെയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ആരോപണം. സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഇതുണ്ടാക്കുമെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ ലോട്ടറി വില കൂട്ടില്ല എന്നും കേരള ലോട്ടറി നന്നായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. പഴയ നികുതിയിൽ തന്നെയാകും ലോട്ടറിയിൽ ഓണം ബമ്പറിന്റെ വിൽപ്പന തുടരുക. എന്നാൽ ഇന്നു മുതൽ മറ്റ് ലോട്ടറികൾക്ക് പുതിയ സമ്മാന ഘടനയും പുതിയ നികുതിയുമായിരിക്കും. നിലവിലെ വിലയിൽ തന്നെ നികുതി ഉൾപ്പെടുത്താനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. GST പരിഷ്കരണം നടത്തിയപ്പോൾ ആവശ്യമായ സാങ്കേതിക പഠനങ്ങൾ നടത്തിയിട്ടില്ല. നോട്ട് നിരോധനത്തിന്റെ സമയത്തെ പോലുള്ള അനൗൺസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നികുതി നിരക്ക് കുറയ്ക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതാണ് വാസ്തവമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ സർക്കാരുകൾക്കും നഷ്ടമുണ്ടാക്കുമെന്നും സംസ്ഥാന സർക്കാരുകളുടെ വരുമാനത്തിൽ നിന്ന് എല്ലാം നടക്കേണ്ടതുണ്ട് എന്നതിനാൽ ദൈനംദിന ചിലവിനെ ബാധിക്കുമെന്നും ധനമന്ത്രി പറയുന്നു. ആ നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം കേന്ദ്രം നൽകണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. അതേസമയം ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പലർക്കും GST 2.0 വലിയ ആശ്വാസം പകരുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. 40,000-ൽ തുടങ്ങി 30 ലക്ഷം വരെയാണ് കാറുകളിൽ പുതുക്കിയ GST കൊണ്ടുള്ള കിഴിവ്. ഇതിൽ പ്രീമിയം ആഡംബര SUVകൾ മുതൽ എൻട്രി ലെവൽ ഹാച്ച്ബാക്ക് വരെ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വാഹന മേഖലയിൽ വലിയ പരിഷ്കരണങ്ങളൊന്നായി മാറുകയാണ് GST 2.0. കാറുകളിൽ മാരുതി സുസുക്കിയുടെ ബജറ്റ് കാറുകൾ മുതൽ റേഞ്ച് റോവറിന്റെ പ്രീമിയം XUVകൾക്ക് വരെ വലിയ ലാഭം ലഭിക്കും. ഇരുചക്ര വാഹനങ്ങളിലും ഹോണ്ട ആക്ടിവ, ഷൈൻ തുടങ്ങിയ നിരവധി വാഹനങ്ങൾക്കും ലാഭം പ്രതീക്ഷിക്കാം. ഇനി പറയുന്നത് മിൽമയുടെ കാര്യമാണ്. മിൽമയുടെ ജനകീയ പാലുൽപ്പന്നങ്ങളുടെയും വില കുറയും. GST കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാൽ വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. GST ഇളവിന്റെ ഗുണം നേരിട്ട് ഗുണഭോക്താക്കളെ ഏൽപ്പിക്കാൻ മിൽമ തീരുമാനിച്ചതോടെയാണ് ഇത്. ഓണത്തിന് ശേഷം പാൽവില പരമാവധി 5 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന വലിയ പ്രചാരണം നേരത്തെ ഉണ്ടായിരുന്നു. പാൽവില കൂട്ടേണ്ടത് സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ തന്നെ മിൽമ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് മിൽമ പാൽവില കൂട്ടേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടത്. നെയ്യ്, വെണ്ണ, പനീർ, ഐസ്ക്രീം തുടങ്ങി 100-ലധികം ഉൽപ്പന്നങ്ങളുടെ വില തിങ്കളാഴ്ച മുതൽ കുറയും. 370 രൂപയുണ്ടായിരുന്ന 1/2 ലിറ്റർ നെയ്ക്ക് 25 രൂപ കുറവിൽ 345 രൂപയ്ക്ക് ലഭിക്കും. 240 രൂപയുണ്ടായിരുന്ന 400 ഗ്രാം വെണ്ണ 15 രൂപ കുറഞ്ഞ് ഇനി മുതൽ 225 രൂപയ്ക്കാണ് ലഭിക്കുക. 500 ഗ്രാം പനീറിന്റെ വില 245-ൽ നിന്ന് 234 രൂപയാകും. പനീറിന്റെ GST പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മിൽമ വാനില ഐസ്ക്രീമിന് 220 രൂപയായിരുന്നു നിലവിൽ. ഇത് 196 രൂപയായി കുറയും. നേരത്തെ ഉണ്ടായിരുന്ന GST നിരക്ക് 18%-ൽ നിന്ന് 5% കുറച്ചതിനാൽ 24 രൂപയുടെ കിഴിവ് ലഭ്യമാകുമെന്ന് മിൽമ ചെയർമാൻ പറയുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒപ്പം ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില കുറയും. ക്യാൻസർ, ഹിമോഫീലിയ, സ്പൈനൽ മസ്കുലർ അട്രോഫി, മാരക ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 36 മരുന്നുകളുടെ മേൽ ചുമത്തിയിരിക്കുന്ന GST ആണ് പൂർണ്ണമായും ഇല്ലാതായത്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, നാഡി, ഞരമ്പ് രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കും വില കുറയും. BP അപ്പാരറ്റസ്, ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയവയ്ക്കും വില കുറയും.